എല്ലാം ഉണ്ടോ അതിനകത്ത്? ബുക്കുണ്ടോ? ഇല്ല. പേപ്പറുണ്ടോ? ഇല്ല. ഒന്നുമില്ല. പിന്നെ എന്താ ഇതിലുള്ളത്? മാങ്ങയുണ്ട്. മാങ്ങ ചെത്തിയതിന് ഉപ്പിനകത്ത് കേട്ടാ. കേട്ടോ മാഡം, അവന്റെ കയ്യിൽ ഒരു സാധനമില്ല. അവനായിട്ട് കച്ചവടം ചെയ്യണം പറഞ്ഞ് പെണ്ണാണെന്ന് നോക്കത്തെ ഞാൻ വാരി നിലത്തടിക്കും കേട്ടോ അതിന്റെ. തങ്കമണി സാറേ, ശരിക്കും പറഞ്ഞ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാനിപ്പോ എന്റെ വീട്ടിൽ നിൽക്കേണ്ട ആളാ. വീട്ടിൽ നിന്ന് എങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്ന സാറ്? എന്നെ പെണ്ണ് കാണാനേ ഒരു കൂട്ടര് വരുന്നുണ്ട്. ചെറുക്കൻ കൂട്ടര്. അപ്പൊ വീട്ടിൽ കാണുന്ന അന്നേരം വീട്ടിൽ കാണുന്നതാ. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്കും ആ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമല്ല. അവരെന്നെ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ട്. ഓ, എനിക്കൊരു മുറച്ചെറുക്കൻ ഉണ്ടല്ലോ, തങ്കമ്മ സാറിന് അറിയത്തില്ലയോ? ആ കിഴങ്ങനെ കൊണ്ട് എന്നെ കെട്ടിക്കണം എന്ന് പറഞ്ഞ അവര് ഭയങ്കര വാശിയാ. അയ്യോ, നല്ല ചെറുക്കനല്ലേ അവന്. അതെന്താ അങ്ങനെ പറഞ്ഞ്? ഞാനൊരു കാര്യം പറയട്ടെ, സാറിന് ജോലി കിട്ടുന്നതിന് മുമ്പ് അവനെ കൊണ്ട് നടന്നതാണോ? പാർക്കിൽ പോയി, ബീച്ചിൽ പോയി, എവിടെല്ലാം കൊണ്ട് നടന്നു? ഞാൻ തന്നെ ബീച്ചിൽ നിന്ന് 2 റൗണ്ട് പോക്കിയാണോ നിങ്ങളെ? അതല്ല ഇഷ്ടമല്ല. അല്ല, SI ആവുന്നതിന് മുമ്പ് അങ്ങനെയൊക്കെ നടന്നു എന്ന് വിചാരിച്ചിട്ട് തങ്ങളുടെ ഡ്യൂട്ടി നോക്കണം കേട്ടോ. ഇതിന് പറയുന്ന ഒരു പേരുണ്ട്. തേപ്പ് തേച്ച് പിടിക്കാന്ന് പറയും. തേപ്പൊന്നുമല്ല. നമ്മളിപ്പം നമുക്ക് ചിലപ്പോൾ ആവശ്യങ്ങൾ വരുമ്പോൾ ചിലരൊക്കെ സഹായിച്ചു എന്നിരിക്കും എന്ന് ചോദിച്ചാൽ അവരെ എല്ലാം അങ്ങ് പ്രേമിക്കണം, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസൊന്നും അല്ലെന്നേ. ഞാനിപ്പോ ആ ചെറുക്കനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇങ്ങോട്ട് വരാനോ? പിന്നെ ഇവിടെ വന്നങ്ങ് പെണ്ണ് കാണാം. വീട്ടിൽ ചെന്നാലല്ലേ അച്ഛനും അമ്മയും പ്രശ്നം ഉണ്ടാക്കത്തുള്ളൂ. ഇവിടെ വന്ന എന്തെങ്കിലും കൊടുക്കണ്ടേ ഇവർക്ക്? ഇപ്പൊ എന്ത് കൊടുക്കാനാ? ചായയോ സ്നാക്സോ എന്തെങ്കിലും കൊടുക്കണ്ടോ നമുക്ക്? ചായയോ സ്നാക്സോ? പെണ്ണ് കാണുമ്പോ അങ്ങനെ ചടങ്ങുള്ളതല്ലേ, സാറിന് അറിയില്ല അത്? അല്ലിപ്പൊ അതിനിപ്പോ ഇവിടെ വല്ല എന്തോ ഉണ്ടോ? എന്തെങ്കിലും സാധനം ഉണ്ടോ? ഒരു കഴിഞ്ഞ വണ്ടിക്കകത്ത് ബ്രെഡ് ഇരിപ്പുണ്ട്. ബ്രെഡിന് ജാമൊന്നും ഇല്ലല്ലോ. ജാമില്ല, ഗ്രീസ് ഉണ്ട്, അത് ദേശം കൊടുക്കാം. ഒന്ന് പോയേ സാറേ, എന്നെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കനല്ലേ, അങ്ങനെയൊക്കെ കൊടുക്കാൻ കൊള്ളാവോ? അല്ല, അവന്റെ ഈ മാങ്ങ ഉണ്ടല്ലോ, 2-3 മാങ്ങ മേടിക്കാം, നമുക്ക് ചെത്തിപ്പുളിയും കൊടുക്കാം. അങ്ങോട്ട് മാങ്ങ മേടിക്കാൻ നിങ്ങൾക്ക് പോലീസുകാർക്ക് എത്ര ഈ ആക്രാന്ത ഈ മാങ്ങ കാണുമ്പോ? നിങ്ങൾക്ക് അത്ര രൂപയാണെങ്കിൽ ഞാനൊരു മാങ്ങാന്റെ അന്തി തരാം. അത് എവിടെയെങ്കിലും കൊണ്ട് വിട്ടിട്ട് മാങ്ങ വീഴുമ്പോ അതിന് പറിച്ചുകൊണ്ട് കൊണ്ടുപോകും. എന്ത് തരാന്ന്? മാങ്ങാണ്ട് തരാം. മാങ്ങടെ എന്ത് തരാന്ന്? മാങ്ങാടി അണ്ടി തരാന്നല്ലേ? അല്ലേ? എനിക്ക് ദേഷ്യം പറഞ്ഞ ഞാൻ എല്ലാം കളയട്ടെ, അവരെടുത്ത് കളഞ്ഞു. അവര് കൊടുക്കാനാ? 2-3 മാങ്ങയൊക്കെ ആടാ. നിനക്ക് എന്താ തന്നേനെ ഇങ്ങോട്ട് ഇട്ടങ്ങോട്ട്. നിങ്ങൾ സാധാരണ മേടിക്കുമല്ലോ, ബൈക്കിൽ വന്ന് എടുത്തോണ്ട് പോകില്ല ആരും. ബ്രോക്കർ വരും. ബ്രോക്കർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റാക്കാം. ആയിക്കോട്ടെ. എന്റെ പൊന്നു മാടം ഇവിടെ വന്ന് നിൽക്കുവാന്നോ? മാഡത്തിനെ ചെറുക്കൻ ഇന്ന് ഇവിടെ കാണാൻ വരും. ചെറുക്കനുണ്ടല്ലോ, മാഡത്തിനെ കാണാൻ വരുന്ന ചെറുക്കനുണ്ടല്ലോ, ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ അവനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ ആരാന്നറിയില്ല, എന്താന്നറിയില്ല, ഒന്നും അറിയില്ല. എങ്കിലും ഞാൻ പറയാണ്, നല്ല തങ്കപ്പെട്ട ചെറുപ്പക്കാരനാണ്. ബ്രോക്കറിനെ അവനെ കുറിച്ച് എല്ലാം അറിയത്തില്ലേ? അറിയാം. നിങ്ങൾ അറിയില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അറിയില്ലെങ്കിലും നമ്മൾ ബ്രോക്കർമാര് എന്ത് കണ്ടാലും ഉണ്ട് ഇല്ല എന്നൊരു സാധനം പറയില്ല. ശരി. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്നാന്നറിയാം, തല മന്ത്രിയുടെ പായാണ് ഈ ചെറുക്കൻ. പായല്ല, ആയാണ് ഈ ചെറുക്കൻ. ആയല്ലോ, ആണ് ഈ ചെറുക്കൻ. മന്ത്രി ഇരിക്കണത് തന്നെ ഇവന്റെ കയ്യിലാ. അപ്പൊ കസരയില്ല ഇവിടെ. അയ്യോ, ഈ മന്ത്രിയുടെ PA വിചാരിച്ചെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ. അത്രയ്ക്ക് പിടിപാടാന്ന് ചെറുക്കൻ. അങ്ങനെ ഒരു ചെറുക്കനാണ് ഇവിടെ ചേട്ടൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കാണാനങ്ങ് തിടുക്കമായി കേട്ടോ. പിന്നെ ചെറുക്കൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇവൻ അനാഥനാണ്, അച്ഛനും അമ്മയില്ല. അവൻ പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡാണ്, സ്ത്രീധനം ഇല്ലേലും വേണ്ടില്ല, എനിക്ക് വരുമ്പോ അച്ഛനോടും അമ്മയോട് സംസാരിക്കണമെന്ന് മാത്രം അവൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഈ ബന്ധത്തിന് ഞാൻ പറഞ്ഞില്ലേ, താല്പര്യം ഇച്ചിരി കുറവാ. മറ്റേ ആ മുറച്ചെറുക്കൻ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നല്ലോ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് അവൻ കട്ടനിട്ടം പറഞ്ഞാൽ ഒരേ ഒരു കാര്യമുള്ളൂ, എനിക്ക് തന്തയില്ലാതെ വളർന്നവനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് അച്ഛനെ അമ്മേനെ കണ്ടില്ലേലും വേണ്ടില്ല അച്ഛനെ കാണുമെന്ന് പറഞ്ഞു. തങ്കമ്മ സാറ് വിചാരിച്ച എനിക്കൊരു അച്ഛനെ കിട്ടുവോ? അത് പിന്നെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചവനാ, ബുക്കും പേപ്പറും ഒന്നും ഇല്ല. നമുക്ക് കാര്യം ചെയ്താലോ, ഇവനെ അച്ഛനാക്കിയാലോ? ഇല്ലാന്ന് പറഞ്ഞ കല്യാണം മുടക്കി പോകും. അതുകൊണ്ട് ഞാൻ പറയാം, കൊച്ചു കള്ളങ്ങളെന്നും പറഞ്ഞ കുഴപ്പമില്ല. അല്ല, ഈ പുള്ളിക്കാരത്തിലെ അല്ലെങ്കിൽ മാഡത്തിന്റെ അച്ഛനായിട്ടൊന്ന് അഭിനയിക്കാം. എനിക്കൊന്നും ലൈസൻസ് ഇല്ലാത്തോണ്ട് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്, എന്നെ പിടിച്ച് നിർത്തിയേക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചു. അവിടെ ഇടിച്ച ഒരിക്കലും അച്ഛനാകില്ല. അതാണ് എന്റെ വേറൊരു ഹൈലൈറ്റ്. ഒന്നാമത്തെ കാര്യം, ഞാനും അവരും എങ്ങനെ മാച്ച് ചെയ്യും? മാച്ചാകുന്നില്ലല്ലോ. ആൾക്കാർ കണ്ടെന്ന് വിശ്വസിക്കണ്ടേ? ഒരു പേനരാവും. ഒരു പേന എന്ത് ചെയ്യാൻ പോകുന്നു? ഒപ്പിടാനാണോ? അവിടെ മറുകുണ്ട്, ഇവിടെ മറുകുണ്ട്. ഇപ്പൊ സംഗതി ഓക്കെ ആയില്ലേ? മാച്ചായില്ലേ? ചെറുക്കം വരും, അപ്പൊ കണ്ടോണം. ഞാൻ എന്റെ അച്ഛനല്ലേ. ചെറുക്കം വരുമ്പോ മാത്രം ഇങ്ങോട്ട് വായ മാന്യമായിട്ട് നിൽക്കാം.
തങ്കമ്മ സാറേ ആ? ഹെൽമെറ്റ് ഇല്ലാതെ ഒരുത്തൻ വരുന്നുണ്ട് കേട്ടോ. വരട്ടെ, 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 വരട്ടെ. ഇല്ല ഹെൽമെറ്റ് ഇല്ലാതെ ഒരുത്തൻ ഒരു വരുന്നുണ്ട്. അരമണിക്കൂർ ഞാൻ എത്തും. ഹെൽമെറ്റ് ഇല്ലാതെ വന്നിട്ട് അവിടെ വിളച്ചില് കണ്ടോ? ഇവരെന്തീ കാണിക്കുന്നേ? ഇവിടെ, ഇവിടെ. സാറേ, പിടിച്ച് നിർത്തണേ. ഇറങ്ങടാ ഇവിടെ. ചെറുക്കനെ. വാ ഇങ്ങോട്ട്. ഇറങ്ങടാ. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. നീ എന്താ വിചാരിച്ചത്? എന്താ നീ വിചാരിച്ചത്? ഞങ്ങളെ വെറും ഫൂളാക്കാവുന്നോ? അവന് ഹെൽമെറ്റും ഇല്ല. എടുക്കണേ ലൈസൻസ്. എടുക്കാ. സാറേ ഇതിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. സാർ എന്നെ പണിയാ സാറേ കാണിച്ചേ. എന്താ? സാറിന് കിട്ടേണ്ട സാഗമ ജംഗമ വസ്തുക്കൾ സാർ തന്നെ തല്ലി തകർക്കുകയുണ്ടോ? ഇനി ദാമ്പത്യ ജീവിതത്തിൽ ബലഹീനതയാണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ഒന്ന് ഞാൻ കൈ മലത്തി കളയൂട്ടോ. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്ത് എനിക്ക് മനസ്സിലായില്ല. എന്ത് താൻ പറയുന്നത്? എന്റെ മാടത്തിനെ പെണ്ണ് കാണാമെന്ന് ചെറുക്കനോ ഇത്? ഇങ്ങനെയാണോ ഒരു ചെറുപ്പക്കാരനോട് പെരുമാറണേ? ഒരു ഇടി കിട്ടി സാറില്ല, ഞാനതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ. ശരിക്കും എനിക്ക് ആളറിയാതെ പറ്റിപ്പോയതാട്ടോ. ആളറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു. പുള്ളിക്കാരത്തി ഇങ്ങനെ കാണാൻ തിടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ആണല്ലേ? എന്നാ ചടങ്ങുകൾ നടക്കട്ടെ. അതെ 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 കുഞ്ഞമ്മേ കുടിക്കാൻ വേണ്ടി എടുത്തോണ്ട് വാ. കേട്ടോ കുടിക്കാൻ വേണ്ടി എടുത്തോണ്ട് വാ. അച്ഛനാ? ഞാൻ എടുത്തിട്ട് വരാം. അതെ അതെ എടുത്തിട്ട് വരാം. നമസ്കാരം. അച്ഛനെന്ത് ചെയ്യുന്നു? പുള്ളി റിട്ടയർഡ് മാങ്ങ കച്ചവടം. അല്ലല്ല മാഡത്തിന്റെ അച്ഛനാണല്ലോ. റിട്ടയർഡ് DIG ആയിരുന്നു. ഇപ്പൊ പുള്ളി മാങ്ങ കച്ചവടം. ഇതെന്താ അലുവയും മത്തിക്കറിയും പോലെ ഒരു ഇതില്ലല്ലോ, ഒരു ചേർച്ച. ചേർച്ചയില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡത്തിനും പുള്ളിനെയും കണ്ടോ? എന്തേലും ചേർച്ചയുണ്ടോ? ഒരു ചർച്ചയില്ല. പിന്നെ പേരിനകത്ത് മാത്രം എന്തിനാണ് ചേർച്ച? അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും തറവാടിയാ. അറിയാലോ റിട്ടയർഡ്. എന്റെ മോളായോണ്ട് പറയല്ല, അസൽ സ്വഭാവിയാണ്. അതല്ലേ? ഓ, ഇപ്പോഴാണ് ഞാൻ ആ ചേർച്ച മനസ്സിലാക്കിയത്. ഇവിടെ മൂക്കത്ത് മറുകൊണ്ട് അവിടെ മൂക്കത്ത് മറുകൊണ്ട്. അതാണ് അതിന്റെ കാര്യം. ഓക്കെ, താങ്ക് യു. ഈ ബ്രെഡ് എടുത്തച്ച് ഈ മാങ്ങ തല്ലി പൊടിച്ച അണ്ടിയുടെ പരിപ്പുണ്ടല്ലോ, അതും കൂട്ടി ഒരു കടി അടിച്ച് എന്ത് രുചിയാന്നറിയാം. വേണമെന്നില്ല. എന്താ കുട്ടിയുടെ പേര്? എന്റെ പേര് മിഥുന. ഓ, വെറൈറ്റി പേരാണല്ലോ. ഞാൻ മിഥുന മാസത്തിലാ ജനിച്ചത്, അതുകൊണ്ട് എനിക്ക് മിഥുനയെന്ന് പേരിട്ടെ. കർക്കിടകത്തിൽ ജനിക്കാഞ്ഞത് ഭാഗ്യം. അതെന്താ? വല്ല കാർക്കോടങ്ങിന്ന് പേരിട്ടാനായിരുന്നു. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സുഭാഷ് ചന്ദ്രബോസ്. അയ്യോ അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തേ? അല്ലല്ല, സുഭാഷ് എന്റെ പേര്, ചന്ദ്രൻ അച്ഛന്റെ പേര്, ബോസ് അപ്പൂപ്പന്റെ പേര്, 3 പേര്. ഇത്രയും നല്ല ചേർച്ചയുള്ള ഫാമിലി. അല്ല, ഈ ബാറ്റംബോസിന്റെ ഫാമിലിയാണോ അപ്പൊ? അല്ല. അപ്പൊ പിന്നെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇതിനകത്ത് ജാതകത്തിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. വിശ്വാസം ഇല്ലേ? കാരണം എന്റെ ഒരു പാപ ജാതകമാണ്. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്തതായി ആരുണ്ട് ഗോപു? ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കിനാരത്തുമ്പി. അല്ലല്ല, ഡ്രൈവിംഗ് സ്കൂൾ. അല്ല, മേഡം പറഞ്ഞു കേട്ടോ. അമ്മാവനെ പറ്റിയ അമ്മളി. അല്ല, 5:30ക്കുള്ള വണ്ടി. ആരിപ്പ ഇത് പറഞ്ഞത്? ആരിപ്പ അങ്ങനെ ഡയലോഗ് മേഡമാ പറഞ്ഞത്. തങ്കമ്മേ, ആവശ്യമില്ലാത്ത ഡയലോഗ് ഇവിടെ നിന്ന് അടിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തോന്നിയാസം പറയരുത് കേട്ടോ. ഇപ്പൊ മേഡം പറഞ്ഞതല്ലേ? ഇല്ല, തങ്കമ്മ സാറാണ് പറഞ്ഞത്, ഞാൻ കേട്ടിട്ടുണ്ട്. നിർത്തോ. നിന്റെ അച്ഛനാ പറയുന്നത്. നമ്മുടെ ഈ കുടുംബത്തിൽ ഒരു പടക്കോഴി കൂവിയിട്ടില്ല, അറിയാമോ? അതെ അച്ഛാ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തായാലും എനിക്ക് കുട്ടിനെ ഇഷ്ടമായി. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. എനിക്ക് നിൽക്കാൻ സമയമില്ല. അല്ല, എനിക്ക് പോണ്ടേ. നാളെ ഞാൻ ദുബായിലേക്ക് പോകണം. നീ ആകെ പിടിവിട്ട് നിൽക്കുകയായിരിക്കുന്നു. ഇല്ലില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനൊന്ന് പുള്ളിയായിട്ടൊന്ന് സംസാരിച്ചു. ഓ ആയിക്കോട്ടെ. ഞാനാണോ പുള്ളി? ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അവിടുത്തെ പാണ്ട്. നമുക്ക് എന്ത് കിട്ടും? എനിക്ക് എന്ത് കിട്ടുമെന്നോ? അത് നമുക്ക് ചോദിക്കാം. അച്ഛനായിട്ടൊന്ന് അച്ഛനോട്. അതെ, ഈ പെണ്ണിന് എന്നാ കൊടുക്കും? 1.5 കിലോ മാങ്ങ കൊടുത്താലോ? മാങ്ങയോ? മാങ്ങയല്ല, 1.5 ഏക്കർ സ്ഥലമുള്ള പുരയിടം. അതായത് അച്ഛൻ ഉദ്ദേശിച്ചതേ 1.5 ഏക്കർ പുരയിടം. അതിനകത്ത് നിറച്ച് മാങ്ങ. മാങ്ങ പറിക്കുന്നു, വിൽക്കുന്നു, ഇതിലെ കാശ് വരുന്നു. മാങ്ങ പറിക്കുന്നു, വിൽക്കുന്നു, ഇതിലെ കാശ് വരുന്നു. കിലോ കിലോ 10. ഏലക്കാര് കൊണ്ട് വിറ്റിട്ട് മുതലാളികളുണ്ട് കാശ് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ എപ്പോ നമുക്ക് കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് കിടക്കാം? തുലാമാസം നിർത്താം. തുലാമാസം. അത് തുലാമാസം. അന്ന് മാങ്ങ ഇല്ലല്ലോ, മാങ്ങ സീസൺ അല്ലല്ലോ. അതാ നല്ലത്. അപ്പൊ ശരി, ചവിട്ടി ചാണം കറക്കി മൂത്ത് തന്നെ തീർപ്പിച്ചു. അത് ഞാനൊരു ഇൻഫർമേഷൻ കിട്ടിട്ട് വന്നു. അയ്യോ സാറേ, കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ആയിരിക്കും സാറേ. ഞാൻ പോരുന്ന വഴി സ്പീഡിൽ വന്നപ്പോൾ ചാടി പോയതായിരിക്കും. അത് എനിക്ക് തന്നെ തന്നേരെ സാറേ. ഇത് നീ ആരാ? ഞാൻ ഈ സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു പാവം എന്റെ സ്റ്റേഷൻ നിർത്തിയിൽ ഞാൻ അറിയാതെ നീ സ്ത്രീകളെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കോ? പുരുഷന്മാരെ കൂട്ടിക്കൊടുക്കോ? അല്ല സാറേ, ഞാൻ അങ്ങനല്ല സാറേ, ബ്രോക്കർ. ബ്രോക്കർക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ ഈ മാഡത്തിന്റെ ഒരു കല്യാണം. ആ കല്യാണ കേസ് ഇവിടെ കിട്ടെ. അതെ മാഡം, ഞാൻ ചോദിക്കണത്, ഇവിടെ നമ്മളൊരു മാങ്ങയായിട്ടൊരു പ്രതിനെ പിടിച്ചായിരുന്നോ? പിടിച്ചിട്ടുണ്ട്. അവിടെ അവിടെ
ഇവിടെ വേണം നീ. അയ്യോ അയ്യോ അച്ഛനെ തല്ലരുത് സാർ. അച്ഛനെ അച്ഛനെ തല്ലരുത്. അപ്പൊ അച്ഛനും മകനും ഇവിടെ ഒത്തുണ്ടാണ് ഇവിടെ നീ എന്റെ സ്റ്റേഷൻ പേരിൽ കാണിക്കണ ഒറ്റടിയാൻ പറ്റുന്നുണ്ട്. എന്റെ അച്ഛനല്ലത് പിന്നെ? മാഡത്തിന്റെ അച്ഛൻ. അപ്പം മാഡത്തിന്റെ അച്ഛനാണോ ഇത്? എന്റെ അച്ഛനല്ല. അല്ലേ? ആണ്. ആണോ? എന്റെ അച്ഛനാ. അല്ല, എന്റെ അച്ഛനല്ല. ഇതെന്താ സംഭവം എന്നറിയാമോ? എന്താ? ഇവൻ ഈ കൊണ്ടുവന്നിരിക്കണ മാങ്ങയുടെ താഴെ ആ. നിറച്ച് കഞ്ചാവ് അറിയാമോ? എവിടെ? ഇതുണ്ടോ? ഇത് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞാൻ വന്ന ഇവനെ ഒറ്റ ആ. ഹ, ഇത് ഞാൻ പൊക്കുവിനെ. അപ്പൊ നിങ്ങളുടെ അച്ഛനാണ്? അയ്യോ, എന്റെ അച്ഛനല്ല. അച്ഛനല്ലേ? എന്റെ അച്ഛനല്ല. അച്ഛനല്ലേ? എന്റെ അച്ഛനല്ല. പിന്നെ അച്ഛനാണ് ആദ്യം പറഞ്ഞതോ? അല്ല വാടക എടുത്ത അച്ഛനാ സാറേ വാടക എന്തൊക്കെ ഇവിടെ പറയണം? യഥാർത്ഥത്തിലുണ്ടല്ലോ പുള്ളിക്കാരത്തിന്റെ അച്ഛനാണ്, പക്ഷേ ഇപ്പൊ പുള്ളിക്കാരത്തിന്റെ അച്ഛനല്ല. അച്ഛനാണ്. ഇതാണ് ഇവിടുത്തെ സത്യം. നീ ഇങ്ങ് വന്നടാ. നീ വന്നപ്പോ മോനെ നീ ഉരുണ്ടുകളിയാണല്ലോടാ. നീ ഉരുണ്ടുകളിയാണല്ലോ. എന്റെ സാറേ, എടുക്കണ വണ്ടി ഈ- എടുക്കണ വണ്ടി വിട്ടോ. പോകോ. ഇവനെ ഞാൻ ഏതായാലും മജസ്റ്റിക് ആണോ അതോ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഞാൻ ഹാജരാക്കൂടാ. ആണോ? വാ, വാ. എന്റെ അച്ഛൻ വേണ്ടി പോരുത്. ഈ കല്യാണം നടക്കൂലട്ടാ. അല്ല, ഈ കല്യാണം നടക്കൂല. സത്യത്തിൽ എന്താ സംഭവം അറിയാമോ? ഒന്നും പറയാൻ നിൽക്കണ്ട. ഈ കല്യാണം നടക്കൂല. അല്ല, അങ്ങനെ കണ്ട പറയരുത്. കഞ്ചാവ് കച്ചവടക്കാരന്റെ മോളെയൊക്കെ ഞാൻ കെട്ടറാ. ഇത് ശരിയാവൂല. അല്ല, ഞാൻ ശരിക്കും എന്റെ അതെന്റെ അച്ഛനല്ല. ഒന്നും പറയണ്ട. എന്റെ അച്ഛൻ വീട്ടിലുണ്ട് ചേട്ടാ. എനിക്കൊന്നും കേക്കണ്ട. സുഭാഷ് ചന്ദ്രബോസ് ചേട്ടാ. പിണങ്ങി പോരുത്. ഞാൻ പറയുന്നത് കേക്ക്. സംഭവിച്ചത് അതല്ലേ ശരി. ഒന്നുമില്ല. ഒന്നും പറയണ്ട. ഏയ്. എനിക്കൊന്നും കേക്കണ്ട. നമുക്ക് സ്ത്രീധനം വേണേ കൂട്ടിയടിക്കാം. കണ്ടോ ആ ചേട്ടൻ പോയി. ചേട്ടൻ പോയി. ഇനി എന്താ ചെയ്യും? എന്താ ചെയ്യുന്നോ? വീട്ടിൽ വെച്ച് നടത്തേണ്ട കാര്യം വീട്ടിൽ വെച്ച് നടത്താതെ റോട്ടിൽ വെച്ച് നടത്തിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും.